ാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കമാണ് ഇന്ന് എസ്ഐടിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ്ഐടി ചോദ്യം ചെയ്തു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്. ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും എസ്ഐടി ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. മനീഷ് മഹിപാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, ഈ സ്വർണ്ണക്കൊള്ള കേസ് അതിന്റെ അന്വേഷണം SIT തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് ഈ ഒരു ആവശ്യം. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച SIT ആ നീക്കവും നടത്തിയിരിക്കുന്നു. നിർണായകമായ ചില വിവരങ്ങൾ കടകംപള്ളിയിൽ നിന്നും ലഭിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം അതിൽ പറയുന്നു, ഒരു മന്ത്രി എന്ന നിലയിൽ ആ സമയത്ത് തനിക്ക് എന്തൊക്കെ അറിയാമായിരുന്നു, ആ കാര്യങ്ങൾ താൻ SITയോട് പറഞ്ഞു എന്ന് മാത്രമാണ്. മാത്രമല്ല, പോറ്റിയെ അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രം എന്ന രീതിയിൽ പറയുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജിൻ, സാധാരണ ഒരു വിവരശേഖരണം മാത്രമായിരുന്നു എങ്കിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ നേരത്തെ SITക്ക് എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടായിരുന്നില്ല? അതിനുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഈ കേസ് SIT അന്വേഷണം ആരംഭിച്ച് മാസങ്ങളായി. പക്ഷേ ഇപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ വിവരശേഖരണം എന്ന രീതിയിൽ പോലും കടകംപള്ളി സുരേന്ദ്രനെ SIT ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ അടക്കം വലിയ വിമർശനം വരുന്നു. രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം നീളുന്നില്ല, അതിൽ ഈ ശങ്കർദാസിന്റെ വിജയകുമാറിന്റെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ അടക്കമുള്ള വിമർശനം വന്നതിന് പിന്നാലെ ഇപ്പോഴിതാ അങ്ങനെ എല്ലാ ഉന്നതരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെ SIT തീരുമാനിച്ചോ? അതിന്റെ ഭാഗമാണോ ഇപ്പോൾ പ്രാഥമികമായി ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ മൊഴിയെടുത്തതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. 3.5 മണിക്കൂറോളം സമയം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി സർക്കാരിന് അല്ലെങ്കിൽ CPMന് വലിയ പ്രഹരമേൽക്കുന്ന നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല വലിയ വിഷയമായ ആളുകത്തി എന്ന തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിലയിരുത്തൽ തന്നെ സർക്കാർ അത് കണ്ടതാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലടക്കം ഈ വിധത്തിൽ മുൻ മന്ത്രി ഈ കേസിലടക്കം പ്രതി ചേരുമോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. പക്ഷേ ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ വാദം, അല്ലെങ്കിൽ അദ്ദേഹം സാധാരണയായി പറയുന്നത്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ ദേവസ്വം ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ. അതിൽ ഭരണത്തിൽ നേരിട്ട് ദേവസ്വം വകുപ്പിന് ഇടപെടാറില്ല. മറ്റ് സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ഭരണപരമായ കാര്യങ്ങളിലാണ് ദേവസ്വം വകുപ്പ് ഇടപെടാറുള്ളത്. അതിൽ വിശ്വാസത്തിലോ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് നൽകുന്നതിലോ അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ വകുപ്പ് അതായത് ദേവസ്വം വകുപ്പ് ഇടപെടാറില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ള ബന്ധം ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ്. ഈ വിവരങ്ങളാണ് താൻ SITയോട് കൈമാറിയതെന്ന കാര്യമാണ് നിലവിൽ നമ്മളോട് ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ സാധാരണ ഒരു വിവരശേഖരണമായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ 2019 ദേവസ്വം മന്ത്രിയുടെ പക്കൽ നിന്നും ആ വിവരം SIT തേടിയേനെ. പക്ഷേ ഈ 3.5 മണിക്കൂറോളം സമയം എന്തിന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയിലോ മുരാരി ബാബുവിലോ മാത്രം അറസ്റ്റ് ഒതുങ്ങിക്കൊണ്ട് ഈ കേസ് അവസാനിച്ചു പോകും എന്നുള്ള കാര്യം. പക്ഷേ അവസാനം അത് പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറി അംഗവുമായിരുന്ന പത്മകുമാറിലേക്കടക്കം അറസ്റ്റ് നീണ്ടു. മുൻ ദേവസ്വം പ്രസിഡന്റ് കമ്മീഷണറുമായിട്ടുള്ള N വാസുവിലേക്കടക്കം അറസ്റ്റ് നീണ്ടു. ഇപ്പോഴിതാ പ്രധാനപ്പെട്ട ചില ആളുകളുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ അവരെ കൂടി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ന് രാവിലെ 10:15 D മണിയെയും ഒപ്പം തന്നെ ഈ കേസിലെ ബാലമുരുകൻ ഇവിടെ ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കൽ ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 കൂടി ശ്രീകൃഷ്ണൻ എന്ന ഈ രീതിയിൽ വിഗ്രഹങ്ങളടക്കം കടത്തിക്കൊണ്ട് പോയി എന്ന ആരോപണ വിധേയനായിട്ടുള്ള ഇടനിലക്കാരനായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ശ്രീകൃഷ്ണൻ ഇവിടെ ഈഞ്ചക്കൽ ഓഫീസിലെത്തിയത്. അങ്ങനെ 3 പേരെയും ക്രൈംബ്രാഞ്ച് മേധാവി അല്ലെങ്കിൽ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP H വെങ്കടേഷും SP മാരായിട്ടുള്ള ബിജോയും ശശിധരന്റെ നേതൃത്വത്തിൽ 3 പേരെയും മണിക്കൂറുകളായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രധാനമായും അറിയേണ്ടത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ പ്രവാസി വ്യവസായി പറയുന്ന കാര്യങ്ങളിൽ അത് ശരിയാണോ? അതായത് ശബരിമലയിലേതടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ, അത് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിഗ്രഹക്കടത്ത് സംഘമായി പ്രവർത്തിക്കുന്ന ഇവർ, ഈ കണ്ണുകളെ പ്രവർത്തിക്കുന്ന D മണി അടക്കമുള്ളവർ അത് മാർക്കറ്റിൽ വിറ്റു എന്ന ഗുരുതരമായിട്ടുള്ള വലിയ ഗൗരവത്തിലുള്ള ആരോപണമാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുമെങ്കിൽ, തെളിവ് ലഭ്യമാകുമെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി കേസിനും ഒപ്പം തന്നെ
വാതിൽപ്പടി കേസിനും പുറമെ മൂന്നാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇപ്പോഴിതാ ഡി മണി അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തപ്പെട്ടേക്കാം. ഒപ്പം തന്നെ പ്രവാസി വ്യവസായിയെ സാക്ഷിയോ മാപ്പ് സാക്ഷിയോ ആക്കിയേക്കാം. അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം കടക്കുന്ന ഘട്ടത്തിൽ ഇനി SITയുടെ അടുത്ത നീക്കം എന്താണ്? വരും ദിവസങ്ങളിൽ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമോ? PS പ്രശാന്ത് അടക്കമുള്ള നേരത്തെ ബോർഡ് അംഗങ്ങളെ അവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് SIT നീക്കം നടത്തുന്ന ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്താണെങ്കിലും ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയുണ്ട്. നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാദങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്രമാണ് പക്കലുള്ളത്. ഇനി SITയുടെ അനുമാനം എന്താണ് ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ബന്ധമുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും സ്വാഭാവികമായും കടകംപള്ളി പറഞ്ഞ കാര്യങ്ങൾ വെച്ചായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യലിലൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ SIT തീരുമാനിക്കുക. മറ്റുള്ള ഇപ്പൊ നിലവിലുള്ള പ്രതികളോടൊക്കെ ഇനിയിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി എന്തൊക്കെ പറഞ്ഞു എന്ന കാര്യങ്ങൾ കൂടി മുൻനിർത്തിയൊക്കെ ആയിരിക്കും ആ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡി മണിയെയും ഇപ്പം ചോദ്യം ചെയ്യുന്നുണ്ട്. 4 അഭിഭാഷകർക്കൊപ്പമാണ് ഡി മണി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ശ്രീകൃഷ്ണനെ അന്ന് 24 സംഘം നേരിട്ട് കണ്ടെത്തിയപ്പോൾ പറഞ്ഞത് ഒരു അഭിഭാഷകരും തനിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നൊക്കെയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഇതിപ്പോൾ ഡി മണിയുടെ കാര്യമാണ്. എന്തായാലും 4 പേരാണ് ഡി മണിക്കൊപ്പം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ പ്രധാനമായും ഊന്നി തന്നെ പറയണം. 4 അഭിഭാഷകർക്കൊപ്പമാണ് ഡി മണിയും ബാലമുരുകനും ഒക്കെ ഇന്ന് SITക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.